നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട്ടിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദി തുടക്ക സമയം മുതൽ എത്തിയിട്ടില്ല? ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ആ മണിക്കൂറുകളിൽ VVIPകൾ വയനാടൻ സന്ദർശനം നടത്താത്തതിലുള്ള, അതും രാജ്യത്തെ ഏറ്റവും അധികം സുരക്ഷ കൽപ്പിക്കുന്ന പ്രധാനമന്ത്രി അവിടെ എത്താത്തതിലുള്ള ധർമ്മസങ്കടമാണ് കോൺഗ്രസ് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല നടത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, വയനാട്ടിലെ ദുരന്തമുഖത്ത് VIP സന്ദർശനങ്ങളൊക്കെ നടത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആദ്യ ദിനങ്ങളിലുണ്ടായത്. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനമൊക്കെ തകൃതിയായി നടക്കുന്നുവെങ്കിൽ പോലും പ്രതീക്ഷ ഏറെക്കുറെ അസ്തമിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ജീവനോടെ ഇനി രക്ഷിക്കാനായി ആരും ബാക്കിയില്ല എന്നുള്ള കണക്കുകൂട്ടലിലേക്കാണ് കടക്കുന്നത്. എന്നാൽ ജീവനോടെ തന്നെ നിരവധി ആളുകളെ രക്ഷപ്പെടുത്താനും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും താമസിക്കുന്നവർക്ക്, അവിടെ ആക്കപ്പെട്ടവർക്ക് ഭക്ഷണ സാധനങ്ങളും അവർക്ക് വേണ്ട മരുന്നുകളും മറ്റുമൊക്കെ അടിയന്തരമായി എത്തിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ദുരന്തബാധിത പ്രദേശങ്ങളിൽ VVIPകളുടെ ടൂർ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസ് നേതാവും വയനാടിന്റെ മുൻ MP-യുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയായിരുന്നു. ആ സന്ദർശനം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ശക്തമായ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. എന്തിനേറെ പറയുന്നു, സൈന്യത്തിന്റെ വാഹനത്തെ പോലും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ബെയിലി പാലം നിർമ്മാണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുടെ വാഹനം അതിലൂടെ കടന്നുപോയി. സൈന്യത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും വാഹനം നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി VVIPകൾ ദുരന്തമുഖത്തിങ്ങനെ സന്ദർശനം നടത്തിയത് രക്ഷാപ്രവർത്തനത്തെ താറുമാറാക്കി എന്നുള്ള ആരോപണം തന്നെ തുടക്കം മുതൽ ശക്തമാണ്. ദുരന്തമുഖത്തേക്ക്, ദുരന്ത പ്രദേശത്തേക്ക്, ബാധിത മേഖലകളിലേക്ക് അവശ്യ സാധനങ്ങളുമായി എത്തുന്നവരെ റോഡ് ബ്ലോക്ക് ചെയ്ത് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഇവർക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം കൂടുതൽ വൈകിയെന്ന ആരോപണം വന്ന് ശക്തിയായി. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനിടയിൽ രക്ഷാപ്രവർത്തകരെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിലേക്ക് പോലും, കയ്യാങ്കളിയിലേക്ക് പോലും കലാശിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദുരന്ത ഭൂമിയിൽ, പ്രത്യേകിച്ചും ഈ പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ VIPകൾ സന്ദർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമവശം. ഇതൊക്കെ തന്നെ മനസ്സിലാക്കാതെയാണ് വയനാട് ദുരന്തഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാത്തത് വയനാടിനോടുള്ള അവഹേളനമാണെന്ന് ആരോപിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ എത്താത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള കേന്ദ്ര വനം മന്ത്രിയുടെ പ്രസ്താവന തികച്ചും തെറ്റാണെന്നും വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ് ഈ ദുരന്തത്തിന് ഇരയായി മാറിയത്. അവിടെ ഖനനമൊന്നുമില്ല എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലയിലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത്. പരിസ്ഥിതി ലോല മേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും ഖനനം നടന്നതെന്നും പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി മനുഷ്യരെയും സംരക്ഷിക്കുമെന്നുമുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന തെറ്റാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഈ വിവാദ പ്രസ്താവന കേന്ദ്രമന്ത്രി തന്നെ പിൻവലിക്കണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയമില്ലാതെ കൈമയും മറന്ന് കേരളം ദുരന്തബാധിതരെ സഹായിക്കുകയാണ്, പക്ഷേ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് ബാക്കിയായിരിക്കുന്നത്. എന്നാൽ കൃത്യമായൊരു കാര്യം ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശനം നടത്തുന്നുണ്ട്. ഇത്രയും വൈകിയ വേളയിൽ എന്തുകൊണ്ട് അദ്ദേഹം എത്തുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഏറ്റവും കൃത്യമായ സമയം. കാരണം ദുരന്തത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന പ്രശ്നം അത് വളരെ വലുത് തന്നെയാണ്, ഗുരുതരം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ രക്ഷാപ്രവർത്തകർക്ക് നേരത്തെ പരാമർശിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അനുസരിച്ച് തന്നെ ദുരന്തമുഖത്തേക്ക് ഒരു കാരണവശാലും VIPകളോ പ്രമുഖരോ ഒന്നും തന്നെ എത്താൻ പാടുള്ളതല്ല. കാരണം അവിടെ മുഴുവൻ പോലീസ് സേനയെയും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഈ വരുന്ന VIPകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അങ്കലാപ്പ് ലോക്കൽ പോലീസ് മുതൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് വരെ വലിയ തലവേദനയായി മാറും. അവരെത്തുന്ന സമയത്ത് രക്ഷാപ്രവർത്തകരെ അടക്കം തടയേണ്ടതായിട്ട് വരും. ദുരന്തബാധിതർക്കടക്കം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കപ്പെടും. ഇതുപോലുള്ള പല പ്രശ്നങ്ങളും അവിടെ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം പൂർണ്ണമായും വേണ്ട എന്ന് തന്നെ പറയുന്നത്. ഇനി ഒരു കാര്യം ദേശീയ മാധ്യമത്തിൽ വന്ന ഒരു പത്ര റിപ്പോർട്ട് കൂടി എടുത്തു പറയുകയാണെങ്കിൽ, 2021 മഹാരാഷ്ട്രയെ പിടിച്ചുകുലുക്കിയ ഒരു മഹാപ്രളയം സംഭവിച്ചു. അന്ന് NCP മുതിർന്ന നേതാവായ ശരത് പവാർ പറഞ്ഞത് VIPകളൊന്നും തന്നെ ദുരന്തബാധിത മേഖലകളിലേക്ക് വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് റെസ്ക്യൂ ഓപ്പറേഷനെയും ദുരന്ത നിവാരണത്തെയും ദുരിതാശ്വാസ പ്രവർത്തനത്തെയും വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കാരണം VIPകളുടെ ഇത്തരത്തിലുള്ള സന്ദർശനം രക്ഷാപ്രവർത്തകരെ വലിയ മാനസിക സംഘർഷത്തിലാക്കും. അവർക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൂടാതെ വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞിടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മറ്റുമൊക്കെ
മാറ്റേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയധികം തലവേദനയാണ് സർക്കാരിനെ സംബന്ധിച്ച് അന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇതൊക്കെ തന്നെ രാജ്യത്തിനാകമാനം പാഠമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കർണാടകയിലും ഇതേ സംഭവം തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കുറിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, മാധ്യമശ്രദ്ധ നേടുന്ന രീതിയിലൊന്നും തന്നെ അവർ പ്രവർത്തിക്കാത്തതുകൊണ്ട് വയനാട്ടിൽ അവരില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് വേണ്ട. കാരണം കഴിഞ്ഞ 7 ദിവസമായി വയനാട്ടുകാരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. BJP എന്നല്ല, CPM എന്നല്ല, കോൺഗ്രസ് എന്നല്ല, എല്ലാ പാർട്ടികളും ഒരുപോലെ തന്നെയാണ് അവിടെ പ്രവർത്തിച്ചു പോരുന്നത്. അത് കേവലം മാധ്യമശ്രദ്ധ കൊണ്ട് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ മുഴുവൻ ദുരന്തഭൂമിയിലും രക്ഷാപ്രവർത്തകരിലുമാണ്. മറ്റുള്ളവർ നടത്തുന്ന സഹായങ്ങളും സഹകരണങ്ങളും ഒന്നും തന്നെ ലോകത്തോട് എപ്പോഴും വിളിച്ചു പറയേണ്ട ഒന്നല്ല. കെ സുരേന്ദ്രനെ പോലെ, അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ആദ്യ സമയം മുതൽ ഏറ്റവും ഒടുവിൽ വരെ അവിടെ ഉണ്ടായിരുന്ന കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ, ഇടയ്ക്ക് സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അങ്ങനെ നിരവധി ആളുകൾ അവിടെ എത്തുന്നുണ്ട്. അവരൊക്കെ കൃത്യമായ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അടിക്കടിയുള്ള സന്ദർശനം അവിടെ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ്, വേണ്ട സഹായങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. ഉറപ്പായും ദുരന്ത മേഖലയിലേക്ക് അദ്ദേഹം എപ്പോഴെങ്കിലും എത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ്. ഒപ്പം തന്നെ ദുരിതബാധിതരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കാനും ഒരു അവസരം അദ്ദേഹം നൽകേണ്ടതാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് ശനിയാഴ്ച അദ്ദേഹം സന്ദർശനം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ പ്രത്യേക വിമാനത്തിൽ, സൈനിക വിമാനത്തിലെത്തി ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്താനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ദുരിത മേഖലയിൽ സന്ദർശനം നടത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ജനങ്ങളെയൊക്കെ തന്നെ നേരിട്ട് കാണാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ വിവേകപൂർവമായിട്ടുള്ള കൃത്യമായ തിരിച്ചറിവോടുകൂടിയുള്ള ഒരു പ്രചരണം, ഒരു പ്രതികരണമല്ല രമേശ് ചെന്നിത്തല നടത്തിയത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലടക്കം ഏവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നുള്ളതാണ്. സംഭാവന വാങ്ങുമ്പോൾ അതിൻ്റെ സഹായം സുതാര്യമാക്കണം. പ്രളയത്തിൽ സർവ്വതും നഷ്ടമായവർക്ക് ഇന്നും സഹായം കിട്ടാനുണ്ട്. ലാപ്ടോപ്പ് അടക്കം വാങ്ങാനുള്ള പണം വേറെയാണ് കണ്ടെത്തേണ്ടത്. പ്രത്യേക പദ്ധതി അതിന് വേണം. ലാപ്ടോപ്പ് വാങ്ങാനായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൊടുത്തത് ഒട്ടും തന്നെ ശരിയായ നടപടിയല്ല. ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിക്കുകയേ ചെയ്യരുത്. അഖിൽ മാരാറിന്റെ പേരിൽ കേസെടുത്തതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി വിമർശിച്ചാൽ കേസെടുക്കുന്നത് പരിഷ്കൃത സമൂഹത്തിൽ ഒട്ടും ചേർന്ന നടപടിയല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കെ സുധാകരൻ ദുരിതാശ്വാസ നിധിയെ എതിർത്തിട്ടില്ല എന്നാണ് തന്നോട് പറഞ്ഞതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്ന ഈ സമയം സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നത് അപലപനീയം തന്നെയാണ്. ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത്. കേന്ദ്രമന്ത്രിയുടെ ഈ പ്രതികരണം അത്തരത്തിലൊന്നായി പോയെന്നും അത് ദുരന്ത ആരോപണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ ജീവിക്കുന്നവരെ അനധികൃത കുടിയേറ്റക്കാരായാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. ഒരു ധാരണയുമില്ലാത്ത കുടിയേറ്റക്കാരെന്ന ഒറ്റയച്ചിൽ ഉൾപ്പെടുത്തിയത് ഒട്ടും തന്നെ ശരിയല്ല. കേരള സർക്കാരിനെതിരെ എഴുതാൻ ചിലരെ കേന്ദ്രം നിർബന്ധിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വന്നു. കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം അത് ശരിവെക്കുന്നതാണെന്നും ആരെയും ദ്രോഹിക്കാനാണ് ഈ നീക്കം നടത്തുന്നത് എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.